നാഷണൽ അച്ചീവ്മെന്റ് സർവേയുടെ മുൻവർഷ പരീക്ഷാ ചോദ്യങ്ങളാണ് ഈ നൽകിയിരിക്കുന്നത്. 3ാം ക്ലാസ്സിന്റെ ഗണിതവുമായി ബന്ധപ്പെട്ട ഭാഗം. അപ്പം ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. പൊതുവെ 2ാം ക്ലാസ്സിലും ചെയ്തിട്ടുള്ളതാണ്. കലണ്ടർ നോക്കി ഡേറ്റുകൾ തിരിച്ചറിയുക, അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക എന്നുള്ള പ്രവർത്തനം 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും കുട്ടികൾ കടന്നുപോയിട്ടുള്ളതാണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ലുക്ക് അറ്റ് ദ കലണ്ടർ ബിലോ ആൻഡ് എൻസർക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടുത്തെ ചോദ്യങ്ങൾ മാത്രം ഒരു പേജിൽ നൽകിയിരിക്കുന്നു. കാരണം നമുക്ക് ഈ കലണ്ടറും കൂടെ ഒരേ സമയം സ്ക്രീനിൽ കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. അപ്പൊ ആദ്യത്തെ ചോദ്യം, വാട്ട് വാസ് ഓൺ 14th ജനുവരി? 14th ജനുവരി നമ്മൾ 14th ജനുവരിയിൽ നോക്കി. 14th ജനുവരിയിൽ എന്താണ് കൊടുത്തേക്കുന്നത്? 14ാം തീയതി പൊങ്കലാണ്. അപ്പൊ പൊങ്കൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് ടിക്ക് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഓൺ വിച്ച് ഡേ വാസ് ലോഹ്രി? ലോഹ്രി 13ാം തീയതിയാണ്. നമ്മൾ വായിച്ചു കലണ്ടറിൽ ആ വാക്ക് എവിടെ കിടക്കുന്നു നോക്കുക, അതിന്റെ തീയതി നോക്കുക. അപ്പോൾ അത് 13ാം തീയതിയാണ്. ദ സൺഡേ ജസ്റ്റ് ആഫ്റ്റർ ലോഹ്രി ഫാൾസ് ഓൺ വിച്ച് ഡേറ്റ്? ലോഹ്രി കഴിഞ്ഞിട്ടുള്ള, ആഫ്റ്റർ ലോഹ്രി കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഏത് ദിവസമാണ്? അതിപ്പം അടുത്ത ഞായർ എന്ന് പറയുന്നത് 15ാം തീയതിയാണ്, സൺഡേ. ഓൺ വിച്ച് ഡേറ്റ് ഡസ് ദ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ജനുവരി 2017? 2017 ജനുവരിയിലെ അവസാനത്തെ ഫ്രൈഡേ എന്നാണ്? അവസാനത്തെ ഫ്രൈഡേ നമ്മൾ നോക്കി 6, 13, 20, 27 തീയതികളാണ്. അപ്പൊ ഇതിൽ അവസാനത്തത് 27 ആണ്. ഹൗ മെനി സൺഡേസ് വേർ ദർ ഇൻ ജനുവരി 2017? എത്ര ഞായറാഴ്ചകളുണ്ട്? അപ്പൊ ഞായറാഴ്ച എണ്ണി നോക്കി 1, 2, 3, 4, 5. 5 ഞായറുകളാണ് ഉള്ളത്. അപ്പൊ ഒരു കലണ്ടർ കൊടുത്തിട്ട് കുട്ടിയെ ക്ലാസ് തലത്തിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കുട്ടിയെ സഹായിക്കാനോ വേണ്ടി നമ്മുടെ ഭിത്തിയിൽ തൂക്കിയിട്ടേക്കുന്ന ഒരു കലണ്ടർ എടുക്കുക, അതിന്റെ മാസം നോക്കുക, അതിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രൂപീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജൂലൈയിലെ കലണ്ടറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ സെയിം കലണ്ടർ തന്നെയാണ് ഈ വർഷത്തെ 2024 ജൂലൈയിലെ കലണ്ടറാണ്. അത് എടുത്തിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. ദ സൺഡേ ജസ്റ്റ് ആഫ്റ്റർ മുഹറം. മുഹറം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സൺഡേ. മുഹറം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സൺഡേ എന്നാണ്? 16ാം തീയതി ആയിരുന്നു മുഹറം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സൺഡേ എന്ന് പറയുന്നത് 20ാം തീയതിയാണ്. 21ാം തീയതി. ഓൺ വിച്ച് ഡേറ്റ് ഡസ് ദ ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ജൂലൈ 2024? ഇതേ ചോദ്യം മുൻവർഷ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നമ്മൾ അതിനെ എന്ത് മാറ്റിയിരിക്കുന്നു? മാസങ്ങൾ, വർഷം എന്നിവ മാറ്റി ചോദ്യം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ഫ്രൈഡേ ചോദിച്ചിരിക്കുന്നത് 26 ആണ്. ഹൗ മെനി സൺഡേസ് വെർ ദർ ഇൻ ജൂലൈ 2024? 2024 ജൂലൈയിൽ എത്ര സൺഡേകളുണ്ട്? 4 സൺഡേകളാണ് ഉള്ളത്. വാട്ട് വാസ് ഓൺ 21st സൺഡേ? 21st സൺഡേയുടെ പ്രത്യേകത എന്താണ്? പൗർണമിയാണ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് കലണ്ടറിൽ വലുതായിട്ട് കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ചോദ്യം. ജൂലൈ മാസത്തെ അധികം വിശേഷങ്ങളില്ല. 2ാം ശനിയാഴ്ച മുഹറവും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആഗസ്റ്റോ സെപ്റ്റംബറോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കലണ്ടർ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോ ചോദ്യങ്ങൾ ഓപ്ഷൻ എഴുതാനുള്ള രീതിയിലും കൂടെ OMRും കൂടെ അവരെ പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇവിടെ 3 ഓപ്ഷനുകൾ വീതം നൽകിയിരിക്കുന്നു. പരീക്ഷയ്ക്ക് 4 ഓപ്ഷനുകളാണ് ഉള്ളത്. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ സെക്കൻഡ് ഫ്രൈഡേ ഓഫ് ജൂലൈ 2024, ജൂലൈ 2024 2ാം ഫ്രൈഡേ ഏത് ദിവസമാണ്? ഓൺ വിച്ച് ഡേ വാസ് മുഹറം? മുഹറം ഏത് ദിവസമാണ്? 2024 ജൂലൈയിൽ എത്ര ദിവസങ്ങളുണ്ട്? അപ്പൊ ഇവിടെ അഡീഷണൽ പഠിപ്പിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാസങ്ങൾ എഴുതിയിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയവ എഴുതിയിട്ട് അതിൽ ഓരോ മാസത്തിലും എത്ര ദിവസങ്ങൾ വീതം ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി കുട്ടിയെ പഠിപ്പിച്ചിരിക്കുക. നമ്മുടെ ഫിസ്റ്റില് കൈമുട്ടിന്റെ ഭാഗം, പൊങ്ങിയിരിക്കുന്ന ഭാഗവും താഴ്ന്നിരിക്കുന്ന ഭാഗവും വെച്ച് കുഴികൾ എണ്ണി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാസങ്ങളും ദിവസങ്ങളും അതിലുള്ള ദിവസങ്ങളും എണ്ണാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2024 ജൂലൈയിലെ വെള്ളിയാഴ്ചകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5, 12, 19, 26 ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് 23 കലണ്ടർ നോക്കി ഉത്തരം എഴുതേണ്ടതാണ്, കണ്ണട പിടിക്കേണ്ടതല്ല. കുട്ടിക്ക് ഈ ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ആ കലണ്ടർ കൂടി അവന്റെ കയ്യിലേക്ക് നൽകുക. ജൂലൈയിൽ എത്ര തിങ്കളാഴ്ചകളുണ്ട്? അവസാന ബുധനാഴ്ച ഏത് ദിവസമാണ്? ജൂലൈയിലെ ആദ്യ ഞായറാഴ്ച ഏത് തീയതിയാണ്? തുടങ്ങിയ ചോദ്യങ്ങളും ഇതിനോടൊപ്പം വരുന്നു.
അപ്പോൾ നാളെ നമുക്ക് ഇതിന്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നവംബർ 19-നാണ് നമുക്ക് നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നത്. അതിനു മുമ്പേ നമ്മൾ കഴിവതും എല്ലാ ചോദ്യങ്ങളും ടോപ്പിക്കുകളും നല്ല രീതിയിൽ ചർച്ച ചെയ്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്രമത്തിൽ തന്നെ കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. നാളെ എല്ലാവർക്കും മറ്റൊരു